എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം, മത്തായി 28-20 അവസാന ഭാഗം. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇത് കർത്താവ് ശിഷ്യന്മാർക്ക് നൽകിയ ഒരു വാഗ്ദാനവും പ്രഖ്യാപനവുമാണ്. എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കും എന്ന ഉറപ്പ് നൽകുന്നു. അതിനു മുൻപ് അവരെ ഏൽപ്പിക്കുന്ന ദൗത്യമുണ്ട്. എല്ലാ ഇടത്തും സകല ജാതികളുടെ മധ്യത്തിലും യേശുക്രിസ്തു അവർക്ക് നൽകിയ കൽപ്പനകളെ പ്രമാണിപ്പാൻ തക്കവണ്ണമുള്ള ഉപദേശം കൊടുക്കണം. ശിഷ്യത്വത്തിലേക്ക് എല്ലാവരെയും കൊണ്ടുവരണം. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളോട് കൂടെ എല്ലാ നാളും ഞാനുണ്ടായിരിക്കും. അപ്പോൾ ലോകാവസാനത്തോളം പ്രഘോഷിക്കപ്പെടേണ്ടതാണ് കർത്താവ് ശിഷ്യന്മാർക്ക് നൽകിയ ഈ ദൗത്യ സരണി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. ഈ ഭൂമിയിൽ അവസാനം വരെ നമ്മോട് കൂടെ യാത്ര ചെയ്യാമെന്ന് ഒരു മനുഷ്യനും ഉറപ്പ് നൽകാൻ കഴിയില്ല. മാതാപിതാക്കൾ മക്കളോടുകൂടെ എല്ലാ കാലങ്ങളിലും ഉണ്ടാവണമെന്നില്ല. മക്കൾ മാതാപിതാക്കളോടുകൂടെ അങ്ങനെ സഞ്ചരിക്കും എന്ന ഉറപ്പില്ല. ഉറ്റ സ്നേഹിതരെന്ന് പറയുന്നത് എപ്പോഴും നമ്മോട് കൂടെയുണ്ട് എന്ന് കരുതാനാവില്ല. അപ്പോൾ ഭൂമിയിൽ നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരോട് ചേർന്ന് ആശ്രയത്വത്തോടെയൊക്കെ ജീവിക്കുന്നുവെങ്കിലും അവസാനം വരെ നമ്മളോട് കൂടെ അവരുടെ സാന്നിധ്യം ഉണ്ടാകണം എന്ന നിർബന്ധം നമുക്ക് പിടിക്കാൻ കഴിയില്ല. കർത്താവ് നൽകുന്ന ഉറപ്പ് അതൊരു ഉറപ്പാണ്. എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും. എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഈ ഒരു വാക്യം നമ്മളെ ധൈര്യപ്പെടുത്തും. ഇന്ന് നമ്മളോട് കൂടെ കർത്താവ് ഇന്ന് എന്നോട് കൂടെയുണ്ട്. എല്ലാ ദിവസവും ഈ ഒരു വലിയ പ്രഖ്യാപനത്തിൻ്റെ ഉറപ്പ് നമ്മൾക്ക് പുതുക്കേണ്ടിയിരിക്കുന്നു. കർത്താവെ, ഇന്ന് നീ എന്നോട് കൂടെ ഇരിക്കുന്നതിനായി ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് ഓരോ പ്രഭാതത്തിൽ ഉണരുമ്പോൾ ആ ദിവസം അനുഗ്രഹീതമായ അനുഭവങ്ങളിലൂടെ ദൈവം നമ്മളെ നടത്തും. പഴയ നിയമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ നിറസാന്നിധ്യം തൻ്റെ ജനത്തോടു കൂടെ ഇരുന്നു. മരുഭൂമി യാത്രയിൽ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി അവരുടെ യാത്ര ആരംഭിച്ചത് മുതൽ അവസാനിക്കുന്നത് വരെയും ദൈവം അവരെ നടത്തി എന്ന് നമ്മൾ വായിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ ഉറപ്പാണ്, വാഗ്ദത്തമാണ്. അതുകൊണ്ട് ദൈവം തൻ്റെ വാഗ്ദത്തത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറുകയില്ല. വാക്കുമാറാത്തവനായ ദൈവം നമുക്ക് ഇത്ര ശക്തമായ ഉറപ്പ് നൽകിയിരിക്കുന്നു. യോശുവയോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അപ്പം നമ്മോട് കൂടെയുള്ള ദൈവം, ഇമ്മാനുവേൽ എന്ന പേര് കർത്താവിന് നൽകുന്നത് നമ്മോട് കൂടെയുണ്ട് എന്നുള്ള ഉറപ്പ് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, ഈ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഈ രക്ഷകന്റെ സാന്നിധ്യം ഒരു സഹയാത്രികന്റെ സാന്നിധ്യം പോലെ നമ്മോട് കൂടെയുണ്ട് എന്നുള്ള ഉറപ്പോടുകൂടി ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഏത് ഭയത്തിൽ നിന്നും ഏത് പ്രതിസന്ധിയിൽ നിന്നുമൊക്കെ നമ്മളെ രക്ഷിപ്പാൻ, അതിനെ മറികടന്നു പോകുവാൻ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മെ ശക്തീകരിക്കുന്നു. പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ടവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി സ്തോത്രം. അവിടുത്തെ ശക്തമായ വാഗ്ദത്തത്തിനായി ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾ അറച്ച് നിൽക്കുമ്പോൾ, ഞങ്ങൾ ചില കാര്യങ്ങളെ കണ്ട് ഭയപ്പെടുമ്പോൾ, ദൈവമേ, അവിടുത്തെ തിരുസാന്നിധ്യം കൊണ്ട് അതിനെ മറികടന്നു പോകുവാനുള്ള ബലം ഞങ്ങൾക്ക് നൽകുന്നത് ഓർത്ത് സ്തോത്രം. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെയും
ഈ ഒരു ഉറപ്പിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ യാത്രകൾ, ജോലിവേലകൾ, മറ്റ് ജീവിതത്തിൻ്റെ ഓരോ വ്യവഹാര ഇടങ്ങളിലും ഈ ശക്തമായ ഉറപ്പിൻ്റെ പിൻബലം ഞങ്ങൾക്ക് നൽകണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും സന്തോഷത്തിൻ്റെയും പുതിയ വഴികളിലൂടെ നടത്തണമേ. യേശു മശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനവും അനുഗ്രഹവും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.